ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ അപ്ഡേറ്റ്സ് മാത്രമേ കൊടുക്കുന്നത് കേട്ടോ. വോയിസ് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ട്. ഇത് നാനോ വൈറ്റ് അല്ലേ, നമ്മൾ ഇതെന്തിനുള്ളായിരുന്നു? കിച്ചണിൽ വെക്കാനല്ലേ, വിൻഡോൻ്റെ സൈഡിൽ വെക്കാനുള്ള നാനോ വൈറ്റ് ആണ്. അത് വന്നിട്ടുണ്ട്. എല്ലാ പണിക്കാരും ഒരുമിച്ചുണ്ട്. നമ്മൾ ചെടിക്കുള്ള മണ്ണ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴിയിലാണ് സംഭവം, നടക്കാൻ കുറച്ച് പാടാണ്. നാനോ വൈറ്റ് ഇറക്കുകയാണ്. എല്ലാ പ്രാവശ്യം വീട്ടിലോട്ട് കയറുമ്പോൾ നമ്മൾ ഇൻ്റർലോക്കൊക്കെ കാണിക്കുക. ഇൻ്റർലോക്കല്ല, സോറി, ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഇതാണ് കാണിക്കുക. മറ്റേ ഇത് എന്താ പറയുക, അതിൻ്റെ എന്താ പറയുക, എല്ലാത്തിനും ചെയ്തോ? ഓ, ഇവിടെ മാത്രം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് നടക്കുന്ന വഴി റെഡിയാക്കി കൊടുത്താ? ഓ, അപ്പൊ ഇവിടെ ഗ്രൗട്ട് എന്നാ പറയാ? ഗ്രൗട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഫൈനൽ ലുക്ക് അല്ലേ? വേറെ എന്തെങ്കിലും ചെയ്യാണ്ട് നീ? അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ ചെയ്യാത്ത, ഗ്രൗട്ട് ചെയ്യാത്തത്, ഇത് ചെയ്തത്. ഓക്കെ, ഇവർക്ക് നടക്കാനുള്ള ഒരു പാസേജ് മാത്രം റെഡിയാക്കിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഇങ്ങനെ ചാടി ചാടി കടന്നിട്ട് ഇപ്പോൾ ഇത് ശീലമായിക്കണേ. പക്ഷെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ചവിട്ടി എന്താ പ്രശ്നം? അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് അല്ലേ? ഒരു നാച്ചുറൽ സ്റ്റോണിന്റെ ആ ലുക്ക് തന്നെ, അതായത് ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. അപ്പൊ ആ ഒരു ലുക്ക് തന്നെ. ഇങ്ങനെ വെള്ളടിച്ച് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ട്. അല്ലാണ്ട് കാണുമ്പോൾ ഒരു ഇങ്ങനെ എന്തൊക്കെയോ ഒരു 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 എന്താ പറയാ, ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് സംഭവം. അത് വെള്ളം നനച്ചു കൊടുക്കുകയാണ്, സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞില്ലേ? ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ആ ഒരു അറ്റം കൂടി ഉണ്ട്. അവിടെ ഒരു ലൈൻ വെച്ചിട്ടില്ല, ഇതൊക്കെ വെച്ചു. അപ്പം ഇത് മൊത്തത്തിൽ കഴിഞ്ഞു. അവർ പറഞ്ഞ ഡേറ്റ് തന്നെ തീർത്തു അല്ലേ? ഇപ്പം ഇവിടെയും കൂടി ഉണ്ട് തോന്നുന്നു, അവിടെയും കൂടി ഉള്ളൂ. അറിയില്ല. ഇത് ഗ്രാസ് ആവും. ഇവിടെ ഗ്രാസ്, അവിടെയും ഗ്രാസ്, ബാക്കി സ്പേസിലൊക്കെ ഗ്രാസാണ്. മെയിൻ ഡോറ് കാണിക്കാൻ പറഞ്ഞിരുന്നു. ഇതാണ് മെയിൻ ഡോറ്. അത് ഒരു ഗ്ലോസി ലുക്ക് ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ. അതൊക്കെ ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് ഒരു സൈഡ്, മീൻസ് ഒന്ന് മുക്കാലും ഒന്ന് കാലും, അങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ലൈൻസ് വന്നിട്ട് ഇവിടെ ഒരു ഹാൻഡിലും കൂടി കൊടുക്കാം. ഹാൻഡിൽ ഇതാണ് ഹാൻഡിൽസ്. ഇതൊക്കെ നല്ല സ്മൂത്തായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇതിൻ്റെ ഫിനിഷിങ് ഇതാണ്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി വച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ മരം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. തേക്കാണ്. പിന്നെന്താണ്, വേറെന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറെന്താ എന്തോ കമൻസ് ഉണ്ടായിരുന്നു. കമൻസ് ഞാൻ നോക്കിയിട്ട് പറയാം. വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ കമൻസ് ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ഓരോ കമൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടില്ല. ഞാൻ ചോദിക്കും, നമ്മൾ ആർക്കിടെക്റ്റിനോട് ചോദിക്കും, അപ്പം മൂപ്പർ പറഞ്ഞു തരാറുണ്ട്. പക്ഷേ പിന്നീട് അത് കമൻസ് റിപ്ലൈ കൊടുക്കാനും വിട്ടുപോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇതൊന്നും ഇങ്ങോട്ട് നോക്കുമോ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ, നമ്മളെ കിച്ചൻ്റെ വീഡിയോ ഇട്ടപ്പോൾ, ലൈറ്റ് ഉണ്ടോ, കാണുന്നുണ്ടോ? കിച്ചൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെ കിച്ചൻ്റെ അടുപ്പില്ലേ, അടുപ്പിൻ്റെ മുകളിൽ ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ടൈൽ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമായില്ല. ഓക്കെ, അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, അത് അപ്പോൾ ഒട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അതിവിടെ നന്നാവും. അപ്പോൾ ഞാൻ ഇക്കാളെ വെച്ചപ്പോൾ ഇക്കാരെ കുഴപ്പമൊന്നുമില്ല, അത് മതിയെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വിചാരിച്ചു അത് ക്ലീൻ ആക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വീട്ടിൽ ഭംഗിനേക്കാളും കൂടുതൽ ക്ലീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, മെയിൻ്റെനൻസും കൂടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈൽ ഒട്ടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചാൽ ഇവിടെ സൈഡിൽ ഞാൻ കൊടുക്കാം ആ ടൈലിൻ്റെ. അപ്പോൾ എനിക്കത് വേണ്ടാന്ന് ഞാൻ തോന്നിയിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ
വീഡിയോയിൽ ഒരു 3-4 കമൻറ്റ്സ് വന്നു, ആ ടൈൽ അവിടെ വേണ്ടായിരുന്നു, ബുദ്ധിമുട്ടാണ് ക്ലീൻ ആക്കാൻ. അപ്പോൾ എനിക്ക് തോന്നി വേണ്ട. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു, അത് അപ്പോൾ ഒട്ടിച്ചേ ഉള്ളൂ. പിന്നെ അവരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഓക്കെ നമുക്ക് പ്ലെയിൻ ടൈൽ തന്നെ ഒട്ടിക്കാമെന്ന്. അങ്ങനെ അത് അവിടെ നിന്ന് എടുത്തു. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ആ ഒരു കമൻറ്റ് കേട്ടിട്ട് ഞാനത് അവിടെ നിന്ന് എടുത്തു. കാരണം നമുക്കൊരു 2 രീതിയിൽ കിടക്കുമ്പോഴേ ഒരു വിഷമല്ലേ. കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ടൈലായിരുന്നു. ഇവിടെ മാത്രം ഇങ്ങനെ ഈ വോളിൽ ഒട്ടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ ഷോ കിച്ചനായിട്ട് വെക്കുന്നതല്ലേ, അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പട്ടാമ്പി അടുപ്പില്ലേ, ഇതാണ് പട്ടാമ്പി അടുപ്പ്. ഇതിൻ്റെ പുറകെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വ്ളോഗിൽ അതുണ്ട്. ഇത് മൊത്തത്തിൽ ആ ടൈൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം നമ്മൾ വേണ്ടെന്ന് വെച്ചോ. ഈ ടൈല് ഇവിടെ മൊത്തത്തിലുണ്ടായിരുന്നു ഇന്നലെ, അത് അവിടെ നിന്ന് എടുത്തു. ഇനി ഈ ടൈലാണ് ഒട്ടിക്കാൻ പോകുന്നത് ഇവിടെ ഇൻഷാ അല്ലാ. അതുപോലെ ഈ അടുപ്പിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു 2 വർഷം മുമ്പെങ്ങാനുണ്ടോ 3 വർഷം മുമ്പെങ്ങാനും വെച്ചതാണ്. ഇതാ നമ്മൾ വീട്ടിൽ ഫസ്റ്റ് വെച്ച അടുപ്പ്. ഇത് പട്ടാമ്പി അടുപ്പ് എന്നാണ് പറയുന്നത്. ഫ്ലെയിം ടെക് ആണ് കമ്പനി. അവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയോ പണികളുണ്ടത്രേ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ്. അപ്പം അതിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയൊക്കെ പൊടിയാണ്. ഇവിടെ അടുപ്പ്, ഇവിടെ നമ്മൾ സ്റ്റൗവ്. വർക്ക് ഏരിയ കിച്ചണിൽ ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളെ പണ്ടത്തെ ഇക്കാൻ്റെ ഫസ്റ്റത്തെ വീട്ടിൽ, തറവാട് വീട്ടിൽ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മൾ എന്തായാലും അടുപ്പും ഇതും ഒരുമിച്ച് തന്നെയല്ലേ യൂസ് ചെയ്യുക. ഇപ്പം ഇനിയിപ്പം ഗ്യാസ് ഇട്ടാത്തതുകൊണ്ട് കൂടുതലും അടുപ്പ് തന്നെ എനിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അടുപ്പും സ്റ്റൗ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്കിംഗ് ഭയങ്കര എളുപ്പമാകും. അപ്പോൾ എനിക്ക് സ്റ്റൗ ഇവിടെ വെക്കുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീട്ടിലും അങ്ങനെയാണ്. അവിടുത്തെ സൗകര്യം കൊണ്ട് ഞാൻ ഇവിടെയും അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത്. അടുപ്പും സ്റ്റൗവും ഒരുമിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗ ഉണ്ടാവുക, അത് മറ്റേ ഇറക്കി വെക്കുന്നതല്ല വെക്കുന്നത്, സാധാ നോർമൽ സ്റ്റൗ വെക്കുന്നത് കേട്ടോ. പിന്നെന്താ, ഇവിടുത്തെ പണികൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കബോർഡൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈലായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ഇരിക്കുന്ന സോഫ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് പറ്റിയൊരു അബദ്ധം കൂടി പറയാം. ഇനിയുള്ള കാലങ്ങളിൽ എന്തായാലും നമുക്ക് കിച്ചണിൽ AC വേണം. ഞങ്ങളിവിടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ AC വേണ്ടാന്ന് ഞാൻ പറഞ്ഞു പോയി. ഇപ്പോഴാണ് ഓർത്തത് AC വെക്കായിരുന്നു. ഇനിയിപ്പോൾ വെക്കുകയാണെങ്കിൽ കുറേ പണിയാണ്. ഇനി വെക്കാം. ഇവിടുത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇനി വെക്കാം. പക്ഷേ ഇനിയിപ്പം വീണ്ടും ഒരു എക്സ്ട്രാ പണി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടാണ്. പക്ഷേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ ഇനിയുള്ള കിച്ചണിൽ, എല്ലാ കിച്ചണിലും ഫസ്റ്റ് കാരണം നമ്മൾ ലേഡീസ് കൂടുതലും കിച്ചണിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ AC വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം ഇവിടെ പിന്നെ 2 ഫാനുണ്ട് കേട്ടോ. 2 ഫാനുണ്ട്. പിന്നെ ഫാനാണ് ഇല്ലെങ്കിലും ഫാനിനേക്കാൾ നമുക്ക് വേണ്ടത് സ്റ്റൗവിൻ്റെ പറ്റുണ്ടാവില്ല. പിന്നെ ആരൊക്കെയോ പറഞ്ഞിരുന്നു ഇങ്ങനെ AC വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ഈ ഫിൽറ്ററൊക്കെ കേടാവും എന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ വെക്കണം, കേടായാലും വേണ്ടില്ല. നമ്മൾ ലേഡീസ് കൂടുതലും കിച്ചണിലല്ല. അപ്പം ഞാൻ വെച്ചിട്ടാ. കാരണം നമ്മൾ കൂടുതലും കിച്ചണിലാവുമ്പോൾ നമുക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സോഫ, ഒരു L ഷേപ്പ് സോഫ ഇവിടെ വരുന്നുണ്ട്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇത് വിട്ടുപോയി. അപ്പോൾ ഇനി വെക്കുന്നവർ, AC വെക്കാൻ പറ്റുന്നവർ വെക്കാം. ബെഡ്റൂംസിനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് കിച്ചണിലായിരിക്കും. മെഷർമെൻറ്റ്സ് എടുക്കാം. നമ്മളിവിടെ ഒരു ഡൈനിങ് ടേബിൾ വെക്കുന്നുണ്ട്. മീൻസ് എപ്പോഴും നമ്മളിപ്പം ആ കിച്ചണിലോട്ട് പോകാൻ പറ്റില്ലല്ലോ, കിച്ചണിലോട്ടല്ലോ ഡൈനിങ് ഹാളിലോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിവിടെ ഒരു ഡൈനിങ് ടേബിൾ വെക്കാൻ വിചാരിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 4 സീറ്ററാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു നമ്മൾ 6 ആൾക്കാരുണ്ട്, ഇക്കാൻ്റെ ഉമ്മ അടക്കം 6 ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും ഫുഡ് കഴിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഒരാൾ വേറെ എവിടെയെങ്കിലും കയറി ഇരുന്ന് കഴിക്കണ്ടല്ലോ. ഇപ്പം നമ്മുടെ സൗകര്യത്തിനല്ല വെക്കേണ്ടത്. എവിടെ നോക്കട്ടെ, എങ്ങനെ ചെയർ എടുക്കാണ്ടിരുന്നാലല്ലേ എത്ര വരും? അപ്പം അത്രയും വരുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ ടേബിൾ കണ്ടപ്പോൾ അത്ര വലുപ്പം തോന്നില്ലല്ലോ.
ആ ടൈലിന്റെ ആള് നോക്കൂ നിങ്ങള്. പക്ഷെ നമ്മൾ ടേബിൾ ആ മറ്റേ ചെയർ എടുക്കണ്ടേ അങ്ങനെ എപ്പോഴും എടുക്കുവാണെങ്കിലും അല്ലേ. എന്നാലും ഇവിടെ സ്പേസ് ഉണ്ടല്ലോ അല്ലേ. ഇതിന് നീളോ അത്രയല്ലേ ഉള്ളൂ. എടുക്കല്ലേ എന്നാ 6 സീറ്റർ തന്നെ ആക്കല്ലേ. ഇതിനല്ലേ ഈ മൊത്തത്തില് ഓക്കെയാണ്. 6 സീറ്ററിന് വേണ്ടി വരും. ഇപ്പൊ ചെറുതായാല് കിച്ചണില് അപ്പൊ നമ്മള് കിച്ചണിന്റെ സൈസ് എത്രയെന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ മൈക്ക് ഓണാക്കിയോ കേൾക്കുന്നുണ്ടാവോ? അതായത് നമ്മൾ കിച്ചണിന്റെ സൈസ് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് അറിയില്ല. നമ്മൾ സൈസ് എത്ര പറയാം ഏകദേശം അറിയോ? സൈസ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. ടേപ്പ് ഒന്ന് അളക്കട്ടെ, അത് വീഡിയോയിൽ കൊടുക്കണ്ടല്ലോ ടേപ്പ് അളക്കുന്നത്. പിന്നെ അപ്പോൾ നിങ്ങളെ കിച്ചണ് ആരെങ്കിലും വീട് പണി കഴിഞ്ഞവരുണ്ടെങ്കിൽ കിച്ചണിൽ 6 സീറ്റർ ആണോ 4 സീറ്റർ ആണോ നിങ്ങൾ ഡൈനിങ് ടേബിൾ വെച്ചിരിക്കണമെന്ന് പറയൂ. അവിടെ എത്തുമോ? ഓക്കെ, അധികം നേരം നിൽക്കാൻ പറ്റില്ല. കിച്ചണിൻ്റെ സൈസ്, മോഡുലാർ കിച്ചണിൻ്റെ സൈസ്, വർക്കേരിയ കിച്ചണിൻ്റെ സൈസൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫോൺ വിടരുതേ. നിങ്ങൾ ആണോ? ഇപ്പോൾ പറഞ്ഞാൽ കേട്ടോ കിച്ചൻ്റെ സൈസ്. ഓക്കെ, വേഗം പറയും 3 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കിച്ചണിൽ ഡൈനിങ് ടേബിൾ 4 സീറ്റർ ആണോ 6 സീറ്റർ ആണോ നല്ലതെന്ന് പറയും. എന്നാലും ഞാൻ പറയുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, നിങ്ങൾ പറയുമ്പോൾ എനിക്കും യൂസ്ഫുൾ ആവുന്നുണ്ട്. ഈ ഒരു ടൈലിൻ്റെ കാര്യത്തിൽ തന്നെ അത് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ പറയുമായിരുന്നെങ്കിൽ ഇന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരോടാണ് ചോദിക്കുക, എന്താ ചോദിക്കുക, ഒരു ഡൗട്ട് ചെയ്തവർക്കല്ലേ അറിയുണ്ടാവുള്ളൂ. നമ്മൾ കോച്ച് സ്റ്റിക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കോച്ച്. അതിൻ്റെ ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് വെക്കാനല്ലേ, ഫ്രിഡ്ജ് വെക്കാൻ ഇത്രയും സെറ്റപ്പാ. ടൈലൊക്കെ ഒട്ടിച്ചിട്ട് കോച്ച് ഇത്രയും തിക്നെസ് ഉണ്ടായിരുന്നോ? ഇവിടെയൊക്കെ നല്ല അവർ വളച്ചെടുത്തിട്ടുണ്ടല്ലേ. അല്ല ഇതൊക്കെ ആ ഒരു ഫോൾഡിങ് നോക്കി നല്ല അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ സ്റ്റിക്കർ അഴിക്കാനുണ്ടോ? ഉണ്ടല്ലേ. നല്ല ഉഷാറായി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ടൈൽസിന്റെയും മാർബിളിന്റെ ഒക്കെ വർക്ക് എടുത്തത്. ഷൈജു നാടോടെ? നിങ്ങൾ ഫോൾഡ് ചെയ്തല്ലേ? കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്നും കൂടെ നല്ല ക്ലിയർ ചെയ്യാൻ. ഇതിന് ആ സ്റ്റിക്കർ അയച്ചിട്ടില്ലല്ലോ. എടുത്തിക്കണോ? ഇതൊരു നല്ലൊരു പോളിഷ് ഉണ്ട് അല്ലേ? നല്ല സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നമ്മുടെ എഞ്ചിനീയറിന്റെ കൂടെ ഉള്ള ആളാണ് ഷൈജു. നമ്മളെ എഞ്ചിനീയർ ആണ് അൻവർക്ക. അൻവർക്കന്റെ ടീമിലെ ആളാണ് ഷൈജു. 15 വർഷമായിട്ട്
പിന്നെ പഠിത്തം കഴിഞ്ഞോണ്ട് മാത്രമേ എടുക്കാറുള്ളൂ. കമ്പനിയിലെ വർക്ക് മാത്രം. പുറത്തുനിന്ന് വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം ഒന്നുകൂടി എടുക്കോ. അതായത് നമ്മളെ വീട്ടിൽ എൻജിനീയറും ഉണ്ട്, ആർക്കിടെക്റ്റും ഉണ്ട്. എൻജിനീയർ അൻവർക്കാണ്, ഹോം ടെക് ആണ്, നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ യു എയിലായ സമയത്ത് നമ്മുടെ വീടിൻ്റെ സ്റ്റാർട്ടിങ് ടു സ്ട്രക്ചർ പിന്നെന്താ അതായത് അതും പ്ലസ് ഇൻറ്റീരിയർ വൈസ് മാത്രമാണ് നമ്മൾ ആർക്കിടെക്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആർക്കിടെക്റ്റും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ എടുക്കും. അൻവർക്ക ആയിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ് ടു ഇതുവരേക്കും എപ്പോഴും ഉണ്ട്. അപ്പോൾ അൻവർ നമ്മൾ യു എയിലായ സമയത്ത് നമ്മുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരേക്കും ഒരു കുഴപ്പങ്ങളില്ലാണ്ട് കൊണ്ടുവരുന്നത് അൻവർക്കാണ്. എൻജിനീയർ ഹോം ടെക് ആണ്. ഇവിടെ നമ്മൾ സ്ഥലം എവിടെയായിരുന്നു? നെരാല, നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആളാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷെഫീക്ക് ആർക്കിടെക്റ്റ്, കോബാക് സ്റ്റുഡിയോ, ആളാണ് നമ്മുടെ വീട്ടിനെ ഇൻറ്റീരിയർ വൈസ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിനും ആ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത് ഷെഫീക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഷെഫീഖിൻ്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അൻവർക്കൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഇൻഷാ അല്ലാ. സൂക്ഷ്മമായി ചെയ്യണമല്ലേ, ഇതിനൊക്കെ സമയവും വേണം. നമ്മൾ ഹൗസ് വാമിങ് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി ചെയ്യുമ്പോൾ ഇതൊക്കെ അവിടെ ഇങ്ങനെ പെൻഡിങ്ങായി കിടക്കും. ഒരിക്കലും തിരക്ക് കൂട്ടരുത് വീട് പണി. തിരക്ക് കൂട്ടിയാൽ പണി പാളും. നമ്മളതുകൊണ്ടാണ് നോമ്പിന് മുമ്പ് തീർക്കണം എന്ന് പറഞ്ഞു. ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പിൽ മാത്രമേ ഇത് പോകുള്ളൂ. എവിടെ ടേപ്പ് ഒട്ടിച്ചു? ഇവിടെ ടേപ്പില്ലേ? ഇത് ടേപ്പല്ല, എന്തോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ മാത്രമേ ഫില്ല് ആവുള്ളൂ. മറ്റോടത്ത് വൃത്തിയായിട്ടാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാം. രസമല്ലേ? ഈ ആ ടേപ്പ് ഊരിലേ ഇറങ്ങിയിട്ടുണ്ട്. ടേപ്പ് ഇപ്പോൾ ഊരൂലല്ലോ, പതുക്കെ വെക്കും. തള്ള ചവിട്ടിയെ കുട്ടിച്ച് അവിടെ ഒരു ചെയ്താലും കുഴപ്പമില്ല. അതിന് മേലെ പോളിഷ് ഉണ്ടെന്ന് പറയുന്നത്. രസമുണ്ടല്ലേ കാണാൻ? അങ്ങനെ സൂം ചെയ്ത് കാണുമ്പോൾ ചിലപ്പം ഭംഗി ഉണ്ടാവില്ല. ഇതൊക്കെ ആദ്യം എന്തോ ഒരു ഇടങ്ങേറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇങ്ങനെ ഭംഗിയായി വരുന്നുണ്ട് സാധനം. അപ്പം നമ്മൾ ഈ ടൈൽ വർക്ക്സും ഇതും കാര്യങ്ങളൊക്കെ നമ്മൾ എൻജിനീയറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അൻവർഖാൻ്റെ ഹോം ടെക്കിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഇനി ഉള്ളത് നമ്മൾ മേലെ പോയില്ലല്ലോ. മേലെ പോയേക്കണോ? പ്രത്യേകിച്ച് ആ മേലെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ വേറെ ദിവസം കാണിക്കാം കേട്ടോ. ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞും തോന്നുന്നു. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ഇവിടെ. മേലത്തെ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. മേലത്തെ എല്ലാം കൂടി അവർ ചവിട്ടി പോയിട്ടാണ് ഒരു പേപ്പർ വെക്കുന്നത്. ഇതാണ് ഗ്രൗട്ട്. ഇപ്പോൾ അത് ഒഴിച്ചെന്ന് കാണിച്ചതാണ്. ഇങ്ങനെയാണിത് ഫില്ല് ചെയ്യുക. എല്ലാം സൂക്ഷ്മമായി ചെയ്യണല്ലേ. നല്ല രസമുണ്ട് കാണാൻ. എത്ര വെച്ച് ചെയ്യണല്ലേ.